കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥി PK ഫിറോസ് നമുക്കൊപ്പം ചേരുകയാണ്. വലിയ പൈതൃകമുള്ള ഒരു നാട്ടിലേക്കാണ് താങ്കൾ മത്സരരംഗത്ത് ഇറങ്ങുന്നത്. താങ്കൾക്ക് സ്വന്തം നാട് പോലെ ഒരു നാട് കൂടിയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ? ഒന്നാമത്തെ കാര്യം വളരെയധികം സന്തോഷമുണ്ട്. കാരണം സ്വന്തം നാട് പോലെയുള്ള ഒരു നാട്ടിൽ ഞാൻ പഠിച്ചു വളർന്നൊരു പ്രദേശത്ത് മത്സരിക്കാൻ പാർട്ടി അവസരം തരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ മഹാന്മാരായ നേതാക്കന്മാർ ജനപ്രതിയായ ഒരു മണ്ഡലം കൂടിയാണ് ഈ നിയോജകമണ്ഡലം. മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി കൊടിയ വഞ്ചന ചെയ്ത പിൻവാതിൽ നിയമനങ്ങൾ മാത്രം നടത്തി കേരളത്തിലെ യുവാക്കളെ വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ താഴെ ഇറക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന സന്തോഷം കൂടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. LDF സർക്കാരിനെതിരെ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ഒരു യുവജന നേതാവ് കൂടിയാണ് താങ്കൾ. ഈ യുവാക്കൾക്ക് വലിയ തരത്തിൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ യുവാക്കളുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 10 വർഷമായി ഇവരുടെ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിച്ച് സുതാര്യമായ നിയമനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം. 10 വർഷം മുമ്പ് പിൻവാതിൽ നിയമനം വഴി അധികാരത്തിൽ വന്നവർ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം വഴി ജോലിയിൽ പ്രവേശിച്ചവർ പിന്നീട് 10 കൊല്ലം കഴിയുമ്പോൾ ആ 10 കൊല്ലത്തിന് ആനുകൂല്യം നൽകി അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. മറ്റൊരു കാര്യം, കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ എന്ത് തൊഴിലവസരങ്ങളാണ് ഈ നാട് ഭരിച്ച സർക്കാർ ചെയ്തത്? ഏതെങ്കിലും ഒരു ഫാക്ടറി, ഇപ്പോൾ അവർ അവകാശപ്പെട്ട ചില ഫാക്ടറികളുടെയൊക്കെ പൊള്ളത്തരങ്ങൾ നമ്മൾ തന്നെ വെളിച്ചെടുത്ത് കൊണ്ടുവന്നു. മാത്രമല്ല ഓരോ വർഷം 1 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയെന്ന അവകാശവാദം ഉന്നയിച്ചിട്ട് ഒരു സംരംഭം പോലും കാണിക്കാൻ കഴിയാത്തൊരു സർക്കാരാണ്. അപ്പോൾ ചെറുപ്പക്കാർ കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളം ഒരു മെഡിക്കൽ ഹബ്ബാക്കി മാറ്റാൻ കഴിയാത്തത്? തുടർച്ചയായി 2 തവണ കേരളത്തിൽ ഭരിക്കാൻ അവസരം ലഭിച്ചിട്ട് ഒന്നും ചെയ്യാത്തൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFൻ്റെ കോട്ട കുത്തക മണ്ഡലം എന്നൊക്കെ പറയാമെങ്കിലും 2 തവണ ഈ മണ്ഡലം LDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പോരാട്ട രംഗത്തേക്ക് വരുന്നത്. എന്താണ് അതിനെ കാണുന്നത്? 2 തവണയും കൊടുവള്ളിയിൽ UDFന് പരാജയപ്പെടാനുണ്ടായ കാരണം, ഒന്ന് UDFനകത്ത ചില ബുദ്ധിമുട്ടുകളൊന്നും DICയുടെ രൂപീകരണ ഘട്ടത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ലയനം, അതുമായി ബന്ധപ്പെട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോഴാണ് 2 തവണ മാത്രമാണ് സാങ്കേതികമായി കൊടുവള്ളിയിൽ പരാജയപ്പെട്ടു പോയത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുൻ കാലങ്ങളിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം മമ്മൂട്ടി സാഹിബിൽ ലഭിച്ച 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണ UDFന് ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് UDFൻ്റെ പ്രവർത്തകർ പ്രചരണ രംഗത്തുള്ളത്. MK മുനീറിനെ പോലെയുള്ള വലിയൊരു നേതാവിൻ്റെ പിന്തുടർച്ചക്കാരനായി മണ്ഡലത്തിലെത്തുമ്പോൾ എന്താണ് ഇവിടെ കിട്ടുന്ന ഫീലിംഗ്? ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനത്തിനാണ് MK മുനീർ ഇവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ അടിസ്ഥാന വികസനത്തിനും സമഗ്ര വികസനത്തിനും ഒരു ഇൻക്ലൂസീവായ ഡെവലപ്മെൻറ്റ് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വിജയാശംസകൾ. താങ്ക് യു. ഏതായാലും മണ്ഡലത്തിൽ തികഞ്ഞ വിജയ മോഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത്. ഒരു സംശയവുമില്ല, മണ്ഡലത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ യുവാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വരും എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഒരു ഭരണം മാറ്റത്തിലുള്ള തുടക്കം കൊടുവള്ളിയിൽ നിന്നാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.